പൂനെയിൽ ഒരു വീട്ടമ്മ ഒരു ബെഡ്ഷീറ്റ് വാങ്ങുന്നു. എന്നിട്ട് ആ ബെഡ്ഷീറ്റ് കൊണ്ടൊന്ന് കഴുകുന്നു. അപ്പോഴാണ് ആ വീട്ടമ്മ തന്നെ ഞെട്ടിക്കുന്ന ഒരു സംഭവം ആ ബെഡ്ഷീറ്റിലുണ്ടായത്. അതായത് അതിനകത്ത് എഴുതിയിരിക്കുന്നത് മെയ്ഡ് ഇൻ പാകിസ്ഥാൻ. അതായത് ക്ഷേത്ര ഉത്സവത്തോട് അനുബന്ധിച്ച് നടന്ന മേളയിൽ നിന്ന് വാങ്ങിയ ബെഡ്ഷീറ്റിൽ മെയ്ഡ് ഇൻ പാകിസ്ഥാൻ ലേബൽ കണ്ട് വീട്ടമ്മ ആദ്യം ഞെട്ടിപ്പോയി. പൂനെയിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. ഈ വീട്ടമ്മ വീഡിയോ ഇപ്പോൾ പുറത്തുവിട്ടതിന് പിന്നാലെ പോലീസ് ഇപ്പോൾ അന്വേഷണം നടത്തുകയാണ്. മേളിൽ നിന്ന് വാങ്ങിയ ബെഡ്ഷീറ്റ് കഴുകിയപ്പോഴാണ് മെയ്ഡ് ഇൻ പാകിസ്ഥാൻ ലേബൽ തെളിഞ്ഞത്. സംഭവത്തിൽ പോലീസ് ശക്തമായ രീതിയിലുള്ള ഒരു അന്വേഷണമാണ് നടത്തുന്നത്. ആ മേളയിൽ ഈ ബെഡ്ഷീറ്റ് വിൽപ്പന നടത്തുന്ന ആ വ്യക്തിയെ ചുറ്റിപ്പറ്റി ഒരു അന്വേഷണം നടത്തുന്നുണ്ട്. അയാൾ പാകിസ്ഥാൻകാരനാണോ എന്ന അന്വേഷണമാണ് ഇപ്പോൾ നടത്തുന്നത്. സംഭവം പിംപ്രി ചിഞ്ച്വാഡ് പ്രദേശത്താണ് സംഭവം നടക്കുന്നത്. മോര്യ ഗസാവി ക്ഷേത്ര സമുച്ചയത്തിന് സമീപം നടന്ന സംഗഷ്ടി ചതുർത്ഥി മേളയ്ക്കിടെയാണ് ഈ ഒരു സംഭവം അവിടെ അരങ്ങേറിയത്. പരാതിക്കാരിയായ സ്ത്രീ ഈ ബെഡ്ഷീറ്റ് ആ ക്ഷേത്രമേളയ്ക്കിടെയാണ് വാങ്ങുന്നത്. സാധനം വാങ്ങുന്ന സമയത്ത് പ്രത്യേകതകളൊന്നും ആ സ്ത്രീയുടെ ശ്രദ്ധയിൽ ആദ്യം പെടുന്നില്ല. എന്നാൽ വീട്ടിലെത്തി ഈ ബെഡ്ഷീറ്റ് കഴുകിയപ്പോഴാണ് തുണിയിൽ മെയ്ഡ് ഇൻ പാകിസ്ഥാൻ എന്ന് രേഖപ്പെടുത്തിയ ടാഗ് പ്രത്യക്ഷപ്പെട്ടത്. ഈ കണ്ടെത്തലിൽ ആശങ്കാകുലയായ അവർ ഒരു വീഡിയോ ചിത്രീകരിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കുകയായിരുന്നു. പാകിസ്ഥാനിൽ നിർമ്മിച്ചതെന്ന് പറയപ്പെടുന്ന ഒരു ഉൽപ്പന്നം എങ്ങനെയാണ് മഹാരാഷ്ട്രയിലെ ഒരു പ്രാദേശിക വിപണിയിൽ എത്തിയതെന്ന് അവർ വീഡിയോയിലൂടെ ചോദിക്കുകയാണ്. ഈ വീഡിയോ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ അതിവേഗം പ്രചരിക്കുകയും വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തതോടെ അധികൃതർ വിഷയത്തിൽ ഇടപെട്ടിരിക്കുകയാണ്. വീഡിയോ വ്യാപകമായി പ്രചരിച്ചതിനെ തുടർന്ന് പിംപ്രി ചിഞ്ച്വാഡ് പോലീസ് സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ ഉത്പന്നത്തിന്റെ ഉറവിടം കണ്ടെത്താനും ഇത് എങ്ങനെ മേളയിൽ എത്തിച്ച് വിൽപ്പന നടത്തിയെന്ന് വ്യക്തമാക്കാനും പോലീസ് ഒരു പ്രത്യേക സംഘത്തിന് രൂപം നൽകിയിട്ടുണ്ട്. ഇതിനൊപ്പം തന്നെ വിപണിയിൽ ഇത്തരം നിയമലംഘനങ്ങൾ നടത്തുന്ന കച്ചവടക്കാർക്കെതിരെ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പോലീസ് പിംപ്രി ചിഞ്ച്വാഡ് മുനിസിപ്പൽ കോർപ്പറേഷന് കത്ത് നൽകുകയും ചെയ്തിരിക്കുകയാണ്. വലിയ തോതിൽ ഭക്തർ ഒത്തുകൂടിയ സംഗഷ്ടി ചതുർത്ഥി ആഘോഷങ്ങൾക്കിടയിലാണ് ബുധനാഴ്ച ഈ ബെഡ്ഷീറ്റ് വാങ്ങിയതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മഹാരാഷ്ട്രയിലെ തന്നെ സംഭാജി നഗർ ജില്ലയിൽ മെയ്ഡ് ഇൻ പാകിസ്ഥാൻ ലേബലൊട്ടിച്ച സൗന്ദര്യവർദ്ധക വസ്തുക്കൾ വിറ്റതിന് 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ആ ഒരു ദിവസങ്ങൾക്കകമാണ് പൂനെയിലും സമാനമായ സംഭവം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഈ സാഹചര്യത്തിൽ ബെഡ്ഷീറ്റിന്റെ യഥാർത്ഥ ഉറവിടം എവിടെയാണെന്നും ഇതാരാണ് വിതരണം ചെയ്തതെന്നും ഇതിന് പിന്നിൽ വലിയൊരു വിതരണ ശൃംഖല പ്രവർത്തിക്കുന്നുണ്ടോ എന്നും കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ. അന്വേഷണത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും പോലീസ് തുടർ നിയമ നടപടിയിലേക്ക് കടക്കുക. കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് ഉത്തർപ്രദേശിലും ഇതേപോലെ ഒരു സംഭവം അരങ്ങേറി. പക്ഷേ അവിടെ ബെഡ്ഷീറ്റിന് പകരം ഫാനാണ് അവിടെ ഒരു പ്രധാന കഥാപാത്രമായി വന്നത്. അതായത് ഒരു മുസ്ലിം പള്ളിയിൽ ഒരു ഫാന് കേടാകുന്നു. അപ്പോൾ ആ മുസ്ലിം പള്ളിയിലെ ഒരു പണ്ഡിതൻ ഈ ഫാൻ ഒന്ന് നന്നാക്കാനായിട്ട് ഉത്തർപ്രദേശിലെ ഒരു കടയിലേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെ ആ കടയിൽ നിന്ന ഒരു വ്യക്തി ഫാൻ നന്നാക്കുന്ന സമയത്താണ് അതിനകത്ത് മെയ്ഡ് ഇൻ പാകിസ്ഥാൻ എന്ന് എഴുതിയിരിക്കുന്നത്. ഇത് വലിയ രീതിയിൽ ഒരു ചർച്ചാ വിഷയമായി. ഈ ഫാൻ പാകിസ്ഥാനിൽ നിന്നാണോ വരുന്നത്? കാരണം ഉത്തർപ്രദേശിൽ വലിയ തോതിലുള്ള കടകളൊക്കെ ഉണ്ട് ഫാൻ വാങ്ങിക്കാൻ. എന്നിട്ടും പാകിസ്ഥാനിൽ നിന്നും ഫാൻ വരുന്നത് ഈ മുസ്ലിം പള്ളിയിലും ഇവർക്കൊക്കെ പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധം എന്താണ് എന്നതിനെ പറ്റിയുള്ള വലിയ അന്വേഷണങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. അങ്ങനെ രാജ്യത്തിന്റെ പല സംസ്ഥാനങ്ങളിലും ഇതുപോലെ മെയ്ഡ് ഇൻ പാകിസ്ഥാനിന്റെ ലേബൽ ഒട്ടിച്ചുകൊണ്ട് പലതരത്തിലുമുള്ള ഉത്പന്നങ്ങൾ വരുന്നു. അത് വലിയ രീതിയിലുള്ള രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാകുന്നുണ്ട് എന്നതുകൊണ്ട് തന്നെയാണ് ഈ ഓരോ കേസുകളും ഇപ്പോൾ രഹസ്യത്തോടെ അല്ലെങ്കിൽ അതീവ പ്രാധാന്യത്തോടെയാണ് കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുന്നത്. അത് മാത്രമല്ല ഓരോ സംസ്ഥാനത്തും ഈ സംഭവം റിപ്പോർട്ട് ചെയ്യുമ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തെയാണ് ഇപ്പോൾ പോലീസ് രൂപീകരിക്കുന്നത്.